വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ ആളുകളും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഭയങ്കര ഡ്രൈ ആയിട്ട് എങ്ങനെ പറയാ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന പോലത്തെ ഒരു ഹെയർ കണ്ടിട്ടില്ലേ, ഭയങ്കര ചകിരി പോലെ തോന്നുന്നത്. അതായത് ഞാൻ എന്റെ മുടിനെയൊക്കെ പണ്ട് പറയുന്ന ഒരു രീതി, ഭയങ്കര ചകിരി ആയിട്ട് ഭയങ്കര ഫ്രിസി ആയിട്ട് തൊട്ടാ പൊട്ടി പോകുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. നമ്മളെ ഹെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയാൽ ഒന്ന് ഇങ്ങനെ എത്തുമ്പോഴേക്ക് സംഭവം പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മളെ ഹെയറിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ പറ്റ അബദ്ധമായതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമ്മളെ ഹെയർ മാറുന്നത്. ഒരിക്കലും എല്ലാവരുടെ ഹെയർ ആ രീതിയിലല്ല നമുക്ക് ഫസ്റ്റിലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര തിന്നായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഡ്രൈ ആയി മാറുന്നതിന് കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്കാൽപ്പിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ ഉണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുമ്പം അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ നോർമലി ലെവലിൽ നിന്ന് ഭയങ്കര കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് തുടങ്ങുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഒരു സെബം, അല്ല നമ്മളിപ്പോ ഫേസിൽ പോൾസിലൊക്കെ ഉണ്ടാവുന്ന സെബം പോലെ തന്നെ നമ്മളെ ഈ ഒരു ഹെയറിലും ഇതേപോലെ സ്കാൽപ്പിൽ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ നമ്മളെ ഹെയറിന്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരെ ജസ്റ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നല്ലോ, നമ്മൾ ചില ടൈമിൽ 2 ദിവസമൊക്കെ ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓയിലി ടെക്സ്ചർ നമ്മളെ ഹെയറിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഓയിൽ നമ്മളെ ഈ ഹെയറിലേക്ക് മൊത്തത്തിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ്. അതായത് നമ്മൾ വാഷ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇതിന്റെ പ്രൊഡക്ഷൻ കുറയാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിന് മുന്നേ നമ്മളെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ പലരും പല രീതിയിലായിരിക്കും നമ്മളെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. കൂടുതൽ ആൾക്കാർ നമ്മളെ ഈ വീട്ടിലെ വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ വെച്ചിരിക്കും നമ്മൾ സ്കാൽപ്പിലൊക്കെ കുറച്ച് ഓയിലൊക്കെ ചെയ്തിട്ട്. ചില ആളുകൾ അരമണിക്കൂറും 1 മണിക്കൂറും വെക്കുന്നുണ്ട്. ഇവർ എന്തിനാ ഇത്ര നേരം വെക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ആ അത്രയും ടൈം കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയർ നീളോ അതിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുമോ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളെ സ്കാൽപ്പ് അത് ഇല്ലാതാക്കുകയാണ്, സ്കാൽപ്പിന് ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു എന്താ പറയാ വെളിച്ചെണ്ണയില്ലേ, ഈ വെളിച്ചെണ്ണയിൽ വളരുന്ന ചെറിയ ഫംഗസുകൾ ഉണ്ട്. ഈ ഒരു ഫംഗസ് നമ്മളെ സ്കാൽപ്പിൽ എത്ര ടൈം നിങ്ങൾ കൂടുതൽ വെക്കുന്നു അത്രയും ടൈം ഇതിന് സ്പ്രെഡ് ചെയ്യാൻ കൂടുതൽ ടൈം കൊടുക്കുകയാണ് നിങ്ങൾ. ഈ ഫംഗസ് നമ്മുടെ സ്കാൽപ്പിൽ കൂടുതൽ അതിന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. താരൻ, അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് ഇങ്ങനെ ഈ ഇച്ചിങ് ഭയങ്കരമായിട്ട് നമ്മൾ തല ചൊറിയുന്നത് കണ്ടില്ല. നിങ്ങൾ ഈ വെളിച്ചെണ്ണ കൂടുതൽ തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങില്ല. ഞാൻ ചൊറിയലുണ്ട് കേട്ടോ, മുന്നേക്കെ ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ വെക്കുമ്പോൾ ഇങ്ങനെ ചൊറിയലുണ്ടായിരുന്നു. അപ്പം അതൊന്നും അറിയില്ല, നമുക്ക് ക്ലാസ് പോകുന്ന ടൈമിൽ അപ്പം ഈ യൂട്യൂബ് ഇല്ല, വീഡിയോ ഇല്ല, അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. ജസ്റ്റ് വെളിച്ചെണ്ണ ആണ് എപ്പോഴും തേക്കുക, അതന്നെ അങ്ങ് തേക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു താരൻ കൂടുതലാവും. അതുപോലെ തന്നെ ഈ താരൻ കൂടുതലായിട്ട് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ ഈ പോൾസ് ഒക്കെ അടയും. അപ്പൊ നമുക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ തീരെ ഉണ്ടാവുന്നില്ല. അപ്പം അതാണ് ഏറ്റവും വലിയ കാരണം നിങ്ങളെ മുടി ഡ്രൈ ആക്കുന്നതിന്റെ മെയിൻ റീസൺ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ കുറയ്ക്കുക എന്നുള്ളത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരും നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലില്ലേ, നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിട്ടാട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നില്ലേ, അപ്പൊ നോർമലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആയുർവേദ ഷോപ്പിലേക്ക് കിട്ടുന്ന മരുന്നുകളൊക്കെ ആഡ് ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടാവും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ എള്ളെണ്ണ എന്ന് പറയുന്നില്ലേ, എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ പറയുന്നത്, ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് തേച്ചിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു 15 മിനിറ്റ് വെക്കുക, ജൻ വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയ വെളിച്ചെണ്ണ ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും, നമുക്ക് ഹെയർ ഓയിൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഹെയറിൽ നിങ്ങൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അത് ഭയങ്കര ഫ്രിസി ആവാനും ഭയങ്കര തിന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടും കൂടെ ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും നോർമൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലത്തെ കാച്ചി വെളിച്ചെണ്ണ അല്ലെങ്കിൽ അങ്ങനെ ആയുർവേദശാലകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്, ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിയുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.